തനിക്ക് സോഷ്യൽ മീഡിയ ടീം ഇല്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. ഈ കേസിലെ പ്രതി തന്നെ കഴിഞ്ഞ 5 വർഷവും ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്ന അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണെന്നും അറിയുന്ന ആളാണെന്നും സതീശൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഇത്തരത്തിൽ അവകാശപ്പെട്ടാൽ ഇല്ലാത്ത കാര്യമാണെങ്കിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവ് അദ്ദേഹം എന്തുകൊണ്ട് വിളിച്ച് അന്വേഷിക്കുന്നില്ല? സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ലെന്ന് എങ്കിലും പറയാനുള്ള സാധാരണ മര്യാദ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നത് പ്രശ്നമാണ്. അപ്പോൾ ആ പോസ്റ്റിലേക്ക് കാണാൻ കഴിയും. ഈ പ്രതിയുടെ ത്യാഗത്തെക്കുറിച്ചാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് കച്ചവടം നടത്തി പിടിക്കപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ അടുത്ത് ഉള്ള ഒരാളാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനെ മറികണ്ഠം ചടന്ന് വേറെ എന്തെങ്കിലും വിശദീകരിച്ച കാര്യമില്ലല്ലോ. കളവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കളവല്ലല്ലോ പറയേണ്ടത്, ജനങ്ങൾക്ക് വസ്തുതയല്ലേ അറിയേണ്ടത്. അപ്പോൾ ഈ പ്രതിയുടെ ത്യാഗങ്ങളെക്കുറിച്ച് പുകഴ്ത്തുകയായിരുന്നു മുഖ്യമന്ത്രി. നവകേരള സദസ്സിൽ അടികൊണ്ട് ആളാണെന്നും തിരുമ്മൽ നടത്തി സുഖപ്പെട്ട ആളാണെന്നും ഒക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം പോലീസ് ഇതിപ്പോൾ ഗൗരവപൂർവ്വം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസിന് കൊടുക്കുന്നൊരു സന്ദേശം മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ ത്യാഗപൂർണ്ണം പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന വേറൊരു കാര്യം, ഇന്നിപ്പോൾ കാണുന്നത് ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ നോഡൽ ഓഫീസറെ മാറ്റിയിരിക്കുന്നു. ഇതിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്. എന്നിട്ട് അതിനു പകരം പുതിയ ആളെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അടിയന്തര പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഗൗരവപൂർവ്വം പരിശോധിക്കുമ്പോഴാണ് ഈ പിടിച്ച ആൾ ഈ മാറ്റത്തിൻ്റെ പിന്നിൽ എന്ത് നിലപാടായിരിക്കും എടുത്തിട്ടുണ്ടാകുക എന്ന കാര്യം മനസ്സിലാക്കുക. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. തൂഫാൻ വളരെ വലിയ പദ്ധതിയായിട്ടാണല്ലോ ആഭ്യന്തര വകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മെറ്റയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മയക്കുമരുന്ന് മാഫിയ ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകളും പോസ്റ്റുകളും കൂട്ടത്തോടെ കാണാതാവുകയാണ്. ഇവിടെ ഞാനിപ്പോൾ പത്രസമ്മേളനത്തിൽ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയുടെ ഭാഗമായിട്ട് കാണുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരവസ്ഥയായിരിക്കില്ല ഉണ്ടാകുക. കാരണം ഒരു സോഷ്യൽ മീഡിയ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ പോലും അപ്രത്യക്ഷമാവുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ദേശീയ മാധ്യമത്തോട് സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കണം എന്ന അഭിപ്രായം മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നമ്മൾ കേട്ടതാണ്. മോഡിയുടെ വഴിയെ തന്നെയാണ് വി ഡി സതീശൻ സർക്കാരും നീങ്ങുന്നത് എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.